ഷാഫി പറമ്പിൽ MP നല്ല യുവനേതാവാണ്. പക്ഷേ പാർട്ടിക്കുള്ളിലെ ഇടപെടൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും തൻ്റെ ആളുകളുടെ പേരടങ്ങിയ പട്ടികയും കൊണ്ട് വരുമ്പോൾ തന്നെ എന്നാൽ ഷാഫി തന്നെ 95 പേരെയും തീരുമാനിച്ച് ഞങ്ങളെ അറിയിച്ചാൽ മതിയെന്ന് മറ്റൊരു പ്രമുഖ നേതാവിന് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ ഈ തോന്നിയാസം അതിര് കടന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇഷ്ടമുള്ളവരെ സീറ്റ് വാങ്ങിക്കൊടുത്ത് വിജയിപ്പിക്കാനും ഇഷ്ടമില്ലാത്തവരെ തനിക്ക് പാരയായി വരുമെന്ന് തോന്നുന്നവരെ ഇല്ലായ്മ ചെയ്യാനും ഷാഫി പറമ്പിൽ കാണിക്കുന്ന മിടുക്ക് ഈ തെരഞ്ഞെടുപ്പോടെ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ പാലക്കാട്ട് നിന്ന് വടകരയിലേക്ക് പറഞ്ഞയച്ചുവെങ്കിലും ഷാഫിക്ക് പാലക്കാട്ട് തനിക്ക് മുകളിൽ ആളുകൾ വരരുത്, അത് തനിക്ക് ഇഷ്ടമല്ല എന്ന് തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട 2 പേരെ 2 പ്രമുഖ നേതാക്കളെ വെട്ടി നിർത്തിയാണ് പാലക്കാട്ട് ഷാഫി ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം നടത്തിച്ചത്. ശ്രീകണ്ഠൻ MPയും ഷാഫിക്കൊപ്പം ചേരുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഒന്ന്, ഷാഫി പറമ്പിൽ ജനിച്ച പട്ടാമ്പി നിയമസഭാ സീറ്റിൽ റിയാസ് മുക്കോളിയെ ഷാഫി പറമ്പിൽ വെട്ടി. 5 കൊല്ലം മുൻപ് മത്സരിച്ച് കുറഞ്ഞ വോട്ടിന് പരാജയപ്പെടുകയും അതിനുശേഷം 5 വർഷം അവിടെ തന്നെ നിന്ന് പാർട്ടിക്കായി കഷ്ടപ്പെടുകയും ചെയ്ത റിയാസ് മുക്കോളി ജയിച്ചു വന്നാൽ തനിക്ക് മുകളിൽ വളരുമെന്ന് കണ്ടതോടെ വെട്ടി താഴെയിട്ടു. ഒരു ഷാജിക്ക് അവിടെ സീറ്റ് കൊടുത്തു. അദ്ദേഹം എവിടെയാണ് ഇത്രയും കാലം ഉണ്ടായതെന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മറ്റൊന്ന്, സന്ദീപ് വാര്യരെയാണ് ഷാഫി ഒതുക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരാവേശത്തിന് വേണ്ടി സന്ദീപ് വാര്യരെ പാർട്ടിയിൽ എടുത്തുവെങ്കിലും പിന്നീട് വാര്യരുടെ മുന്നേറ്റം കാണുമ്പോൾ ഷാഫിയും കൂട്ടരും പേടിച്ചുപോയി. അതിനൊപ്പം തൻ്റെ അരുമ ശിഷ്യനായ രാഹുൽ മാങ്കൂട്ടം സ്ത്രീ വിഷയത്തിൽ പാർട്ടിയെയും പറയിപ്പിച്ച് നടന്നതുകൊണ്ട് പാർട്ടി പിടിച്ച് പുറത്താക്കി. അതുകൊണ്ട് പാലക്കാട്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വന്നു. ഏത് കുഞ്ഞിനും അറിയാം ആ മണ്ഡലത്തിൽ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ ആയിരുന്നു എന്നുള്ളത്. അതേ നാട്ടുകാരനാണ് അദ്ദേഹം. അതായത് സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. BJP അവർ ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന സീറ്റിൽ മാത്രമേ സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കാൻ പാടുള്ളൂ. കാരണം ജയിക്കാൻ സാധ്യതയുള്ള സീറ്റിൽ BJP വോട്ട് കളയില്ല, മറ്റുള്ളവർക്ക് മറിച്ചു നൽകില്ല. അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യർക്ക് അവിടെ ജയിക്കാം. അതല്ല BJPക്ക് വിജയസാധ്യത ഇല്ലാത്ത സീറ്റുകളാണെങ്കിൽ BJPയുടെ വോട്ടുകൾ അവർ LDF സ്ഥാനാർത്ഥിക്ക് നൽകി സന്ദീപ് വാര്യരെ തോൽപ്പിച്ചു വിടും എന്നുറപ്പാണ്. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാണ് ഷാഫി പറമ്പിൽ. പക്ഷേ പാലക്കാട് സീറ്റ് നൽകിയില്ല എന്നു മാത്രമല്ല, ജില്ലയിൽ പോലും നിൽക്കാൻ സമ്മതിച്ചില്ല ഷാഫി. ഇപ്പോൾ കൊണ്ടുവന്ന രമേശ് പിഷാരടി ഒരു രാഷ്ട്രീയക്കാരനല്ല, പക്ഷേ ഷാഫി പറഞ്ഞതുപോലെ തുള്ളിക്കൊള്ളും. അങ്ങനെ സന്ദീപ് വാര്യരെ രാഷ്ട്രീയപരമായി തകർക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഇതുവരെ ജയിക്കാത്ത EMSഉം നയനാരുമൊക്കെ ജയിച്ച തൃക്കരിപ്പൂർ മണ്ഡലത്തിലേക്ക് സന്ദീപ് വാര്യരെ പറഞ്ഞയച്ചത്. അതും ആ കാസർഗോഡ് ജില്ലാ നേതൃത്വം പോലും അറിയാതെ. ഇതിന് പിന്നിലെല്ലാം ഷാഫിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആദ്യം തൃക്കരിപ്പൂരിൽ തൻ്റെ വിശ്വസ്തനായ ഒരു യുവനേതാവിന് സീറ്റ് കൊടുക്കാൻ ആയിരുന്നു ഷാഫിയുടെ പരിപാടി. പക്ഷേ ആ നാട്ടുകാരനാണെങ്കിലും മണ്ഡലത്തിൻ്റെ 4 അതിര് പോലും നേരാൻ വണ്ണം അറിയാത്തത് കൊണ്ട് പിന്നീട് അത് വേണ്ട എന്ന് വെച്ചു. അങ്ങനെയാണ് സന്ദീപ് വാര്യരെ ഒതുക്കാൻ തൃക്കരിപ്പൂർ മതിയെന്ന് ഷാഫി തീരുമാനമെടുക്കുന്നത്. നല്ല ഉദ്ദേശത്തോടെയാണ് സന്ദീപ് വാര്യരെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നതെങ്കിൽ ആദ്യം കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ അറിയിച്ച് പിന്തുണ വാങ്ങിയതിന് ശേഷമായിരുന്നേനെ അയക്കുന്നത്. ഇത് പെട്ടെന്ന് തീരുമാനിച്ചതോടെ അവിടുത്തെ DCC അധ്യക്ഷൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചു. കോൺഗ്രസ് വിമതയോഗം ചേർന്നു. അങ്ങനെ തുടക്കം തന്നെ പാളി. ഇതെല്ലാം സന്ദീപ് വാര്യരെ ഒതുക്കാനും തകർക്കാനും ഷാഫി പറമ്പിൽ അറിഞ്ഞുകൊണ്ട് ചെയ്ത പണിയാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. AICCയുടെ നിർദ്ദേശം KC വേണുഗോപാൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. MLA സ്ഥാനാർത്ഥിയായി സീറ്റ് നൽകിയാൽ ഇനി തോറ്റാലും ജയിച്ചാലും മറ്റു പദവികളൊന്നും നൽകില്ല എന്നുള്ളത്. അതായത് വരുന്ന ബോർഡിൻ്റെയോ കോർപ്പറേഷനുകളുടെയോ ഒക്കെ അധ്യക്ഷ സ്ഥാനം പദവികൾ ഇങ്ങനെയുള്ളവർക്ക് നൽകില്ല എന്നുള്ളതാണ് കാര്യം. അതായത് സന്ദീപ് വാര്യർ തോറ്റാൽ ഒന്നുമില്ലാതെ പാർട്ടി പ്രവർത്തനവുമായി മുന്നോട്ട് പോകാം. അങ്ങനെ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റെല്ലാം സിനിമാ നടന്മാരെ പോലെയുള്ളവർക്ക് വിളിച്ചു കൊടുത്ത് സന്ദീപ് വാര്യരെ തൃക്കരിപ്പൂർ എന്ന ചുവപ്പുകോട്ടയിലേക്കും റിയാസ് മുക്കോളിയെ വീട്ടിലേക്കും പറഞ്ഞയച്ച് ഷാഫി തന്നെ തൻ്റെ പ്രകടനം തുടരുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിനെതിരെ വലിയ ചർച്ചയാക്കാനാണ് പ്രവർത്തകരുടെ തീരുമാനം.